പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം വീണ്ടും UAE-യിലേക്ക് എത്തുകയാണ്. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തമാക്കാൻ മാത്രമല്ല, അബുദാബിയിൽ നിർമ്മിച്ച ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൂടിയാണ് മോദി എത്തുന്നത്. ഒപ്പം ഇലക്ഷന് മുന്നോടിയായി അഹ്ലൻ മോദി എന്ന പേരിൽ പൊതുസമ്മേളനവും ഇവിടെ നടക്കും. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ഊഷ്മളത തേടുകയാണ്. ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന തലങ്ങളിലേക്ക് വികസിച്ചതോടെ കൂടുതൽ ഈടുറ്റ നേട്ടങ്ങളാണ് ഇരു കൂട്ടർക്കും സ്വന്തമാക്കാൻ കഴിയുന്നത്. ബന്ധത്തിന്റെ വികാസം സാമ്പത്തിക നിക്ഷേപ വഴികളിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. ഇരു രാജ്യങ്ങളുടെയും അടുപ്പത്തിന്റെ ഗുണഫലം എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കുകയാണ്. ഇന്ത്യയും UAE-യും തമ്മിൽ സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വികസിക്കുന്നതിന്റെ സാക്ഷ്യമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാന്റെ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിലെ സാന്നിധ്യം മാറിയതും നാം കണ്ടു. ഉഭയകക്ഷി ബന്ധത്തിന്റെ നിദർശനം കൂടിയായിരുന്നു വൈബ്രന്റ് ഉച്ചകോടിയിലേക്ക് UAE പ്രസിഡന്റ് മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ട നടപടിയും. സമഗ്ര സാമ്പത്തിക കരാർ നടപ്പിൽ വരുത്തുക മാത്രമല്ല, കയറ്റിറക്കുമതിയിൽ രേഖപ്പെടുത്തിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ശക്തമായി ചുവടുവെക്കാനും ഇതിനകം ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞു. ഇന്ത്യയുടെ ഉൽപ്പന്ന കയറ്റുമതിയിൽ നല്ലൊരു പങ്കും UAE-യിലേക്കാണ്. സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ നിലവിൽ വന്നത് 2022 ഫെബ്രുവരി 18-ന്. 2022-23 സാമ്പത്തിക വർഷത്തിൽ തന്നെ UAE ഇന്ത്യ വ്യാപാരം സർവകാല റെക്കോർഡ് കുറിച്ചു. ഇന്ത്യയും UAE-യും തമ്മിൽ 2022 സെപ്പ കരാറിൽ ഒപ്പിട്ടു. അത് ഒരു വലിയ മാറ്റമായിരുന്നു. അതിനുശേഷം ഇന്ത്യ UAE വ്യാപാരത്തിൽ സാമ്പത്തിക രംഗത്തുള്ള മൊത്തത്തിലുള്ള ബന്ധങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ UAE വ്യാപാരത്തിൻ്റെ കണക്ക് ഏകദേശം $85 ബില്യൺ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത്രയും ഒരുപക്ഷെ ഇന്ത്യയും UAE-യും തമ്മിലുള്ള വ്യാപാരത്തിലും അല്ലാത്ത കാര്യങ്ങളിലൊക്കെ വളരെ വലിയ മാറ്റം പുതിയ 1-2 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപാരം, ഊർജം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും പുതിയ സഹകരണം തേടുന്നത്. വൈബ്രന്റ് ഗുജറാത്തിലെ പങ്കാളിത്തം മാത്രമല്ല, പുതിയ കരാറുകളിൽ ഒപ്പിടാനായതും ഉഭയകക്ഷി മുന്നേറ്റത്തിൽ നിർണായകം. വൈബ്രന്റ് ഗുജറാത്തിന്റെ ഭാഗമായി UAE പവലിയനും ഒരുക്കിയിരുന്നു. വൈബ്രന്റ് ഉച്ചകോടിയുടെ പ്രത്യേക സെഷനിലും UAE പ്രസിഡന്റ് സംസാരിച്ചു. രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല, മോദിയും ഷെയ്ഖ് മുഹമ്മദും തമ്മിലെ ആത്മബന്ധത്തിന്റെ ഊഷ്മളതയും ഉച്ചകോടി വേദിയിൽ കണ്ടു. വിമാനത്താവളത്തിൽ ഷെയ്ഖ് മുഹമ്മദിനെ സ്വീകരിക്കാനെത്തിയതും നരേന്ദ്രമോദി. മോദിക്കൊപ്പം അഹമ്മദാബാദിൽ നടന്ന റോഡ് ഷോയിലും ഷെയ്ഖ് മുഹമ്മദ് പങ്കെടുത്തു. അടുത്ത മാസം 13-ന് മോദി അബുദാബിയിലെത്തും. 6 ലക്ഷത്തിലേറെ ഇന്ത്യക്കാരെ അഹ്ലാൻ മോദി പരിപാടിയിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാണ്. പ്രവാസികൾ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികളുള്ള ഒരു രാജ്യം ആണ് UAE. അപ്പോൾ UAE-യിൽ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരേ സമയം ഇന്ത്യ UAE ബന്ധത്തിലുള്ള ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ അത് ഒരു പാൻ ഗ്ലോബൽ ലെവലിൽ തന്നെ ഒരു പ്രവാസി സമൂഹത്തിനിടയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആരവം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഫെബ്രുവരി 14-ന് ഇന്ത്യക്ക് വെളിയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലും മോദി സംബന്ധിക്കും. UAE സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥനകളിൽ ഒന്നായിരുന്നു ഹൈന്ദവ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ക്ഷേത്രം വേണമെന്നുള്ളത്. അത് സർവാത്മന 100% സഹിഷ്ണുതയോടുകൂടെ UAE ഭരണാധികാരികൾ സ്വീകരിക്കുകയും അതിപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ മതേതര രാഷ്ട്രം അല്ലെങ്കിൽ മതനിരപേക്ഷ രാഷ്ട്രം എന്നൊക്കെ പറയും, ഭരണഘടനയിലൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്തരം കാര്യങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രതിഫലനം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു മൂല്യം എന്ന നിലയിൽ മറ്റ് മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുക എന്നതിന് വലിയൊരു പ്രാധാന്യം UAE ഭരണാധികാരികൾ നൽകുന്നു. അതും UAE-യിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി അത്തരമൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുമ്പോൾ അതേ പ്രാധാന്യവും പരിഗണനയും അതിന് UAE ഭരണാധികാരികൾ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബന്ധങ്ങൾ വളരുന്നത് നല്ലതാണ്. അരക്ഷിതാവസ്ഥയും കാലുഷ്യവും പിടിമുറുക്കുന്ന ലോക സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹവും ആഹ്ലാദത്തിലാണ്. എന്നാൽ ഒരുമയുടെയും പരസ്പര ഐക്യത്തിന്റെയും സന്ദേശം ഏകപക്ഷീയമാകരുത്. ആ വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് UAE ഇന്ത്യക്ക് നിരന്തരം നൽകുന്നത്.
ഈ